ഈ ഒരു ഫേസ് ശരിക്കും ഫ്രസ്ട്രേറ്റിംഗ് ആണ്. കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പലതും ചെയ്യണമെന്നും പലതും മാറ്റണമെന്നൊക്കെ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളിത് ചെയ്യിക്കും ബ്രെയിനിനെ കൊണ്ട് എങ്ങനെ ഒരു കാര്യം നടത്തിയെടുക്കും, ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കും. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ പണിക്ക് വിളിക്കണമെന്ന് അവന് തോന്നരുതിട്ടോ എന്ന് പറയണ പോലെ. ആൻഡ് 98% ആൾക്കാരുടെ ജീവിതത്തിലും ഇതാണ് സത്യം. ഒരു ആക്ഷനബിൾ ഫേസിലേക്ക് അല്ലെങ്കിൽ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി ആക്ഷൻ എടുക്കുന്ന പ്രവൃത്തിയിലേക്ക് എത്തുന്നില്ല. ഹേ ഗായ്സ്, വെൽക്കം ടു ഡ്രീം ചേംബർ പോഡ്കാസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണനാണ്. ആൻഡ് ടുഡേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വളരെ ചെറിയൊരു കാര്യമാണ്. എ വെരി സ്മോൾ റിയലൈസേഷൻ. വളരെ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് ലൈഫ് ഫുള്ള് മാറ്റിമറിച്ചത് എങ്ങനെയാണെന്നൊരു സംഭവത്തെക്കുറിച്ചിട്ടാണ്. കാരണം നമ്മളെല്ലാവരും ലൈഫിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനുണ്ട്. നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്ന് നേടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളൊന്നും ഇതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാതെ ഒരു ഫ്രോസൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടാവും. ആൻഡ് 98% ആൾക്കാരുടെ ജീവിതത്തിലും ഇതാണ് സത്യം. ഒരു ആക്ഷനബിൾ ഫേസിലേക്ക് അല്ലെങ്കിൽ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി ആക്ഷൻ എടുക്കുന്ന പ്രവൃത്തിയിലേക്ക് എത്തുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ ഒരു ഫേസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറേ ഇതൊക്കെ ഉണ്ട്, ബട്ട് വി ആർ നോട്ട് ടേക്കിംഗ് ആക്ഷൻസ്. നമ്മളെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മടി പിടിച്ച് ലേസി ആയിട്ട് ഇങ്ങനെയൊക്കെ ലൈഫ് പതുക്കെ തള്ളി ഫ്രണ്ടോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഒരുപാട് റീഡിംഗ് ഒക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഒരു ആക്ഷനിലേക്കൊന്നും വരില്ല. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഈ ഒരു ഫേസ് ശരിക്കും ഫ്രസ്ട്രേറ്റിംഗ് ആണ്. കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പലതും ചെയ്യണമെന്നും പലതും മാറ്റണമെന്നൊക്കെ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഈ ശരിക്കും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഫേസാണ്. അപ്പം ഈ ഫേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയാണ് എനിക്ക് ശരിക്കും ഒരു ചെറിയ റിയലൈസേഷൻ കിട്ടി. ആ ഒരു സ്റ്റോറിയാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. സോ എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് മാറ്റി കുറച്ചൊരു സംഭവമാണത്. അപ്പം എറണാകുളത്ത് ബെൻക്യു എന്ന് പറയുന്ന സെൻറ്ററിൽ ഡോക്ടർ ബെന്നി കൂരാളി എന്ന് പറയുന്ന ആളൊരു സൈക്കോളജിസ്റ്റാണ്. അപ്പം ആളുടെ ഇടയ്ക്ക് ഒരിക്കലും ഞാൻ സംസാരിച്ചിരുന്നപ്പോൾ ആളൊരു കാര്യം പറഞ്ഞു. അതായത് മനുഷ്യനും മറ്റ് മൃഗങ്ങളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അതായത് മറ്റു മൃഗങ്ങൾ, ഇപ്പം കുതിര അല്ലെങ്കിൽ ആട്, അങ്ങനെയുള്ള ജീവികളെല്ലാം അവർ ജനിച്ച് വീഴുന്നു, അവർ കുഞ്ഞായിട്ട് ജനിച്ച് വീഴുന്നു. കുറച്ച് നിമിഷം കഴിയുമ്പോൾ തന്നെ അവർ പതുക്കെ എഴുന്നേറ്റ് നടന്നു തുടങ്ങും. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയല്ല. മനുഷ്യൻ ഭയങ്കര ഡിഫറൻ്റാണ്. മനുഷ്യനെ സംബന്ധിച്ച് ഹി ലേൺസ്, അവൻ പഠിച്ചെടുക്കുകയാണ്. മനുഷ്യൻ ഡിഫറൻ്റ് ആവുന്ന അവിടെയാണ്. അവൻ്റെ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പാണ്. ഭയങ്കര ബാക്കി എല്ലാ ജീവികളിൽ നിന്നും ബാക്കി എല്ലാ സംഭവങ്ങളിൽ നിന്നും ഭയങ്കര ഡിഫറൻ്റാണ് അവൻ്റെ ലേണിംഗ് പ്രോസസ്സ്. ആൻഡ് ദാറ്റ് ഈസ് ഹിസ് സൂപ്പർ പവർ. അവനെ മാറ്റി നിർത്തുന്നത് അതാണ്. അവന് പഠിച്ചെടുക്കാൻ പറ്റും. ഹി ക്യാൻ ലേൺ വാട്ട് ടു ഡു, ഹി ക്യാൻ ലേൺ വാട്ട് നോട്ട് ടു ഡു. അപ്പം നമ്മളെല്ലാം ലൈഫിലേക്ക് നോക്കിയാൽ മതി. നമ്മളെല്ലാം ജസ്റ്റ് ഇങ്ങനെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കസിൻ്റെ 2 ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം അവരാണെങ്കിൽ ഇങ്ങനെ നീന്താൻ പഠിക്കുന്ന ഒരു ഫേസിലൊക്കെ ഞാൻ കാണുമ്പം ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ ദം. അവർ ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആണ്. അവരും കരയുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അവർ മുട്ടിക്കുത്താൻ നോക്കുന്നു, അവർ പലപ്പോഴും ഉരുണ്ട് വീഴുന്നു, ചിലപ്പോൾ തലയിടിക്കുന്നു. പക്ഷേ അങ്ങനെയാണ് അവർ തന്നെ പഠിച്ചെടുക്കുകയാണ്. അതായത് പക്ഷേ ഇത് എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ നമ്മളിത് പഠിച്ചെടുക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് ഒബ്സർവേഷൻ. ബാക്കിയുള്ളവർ ചെയ്യുന്നത് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് അവർ നീഡ്സ്. നമുക്ക് ചില ആവശ്യങ്ങൾ വരികയാണ്. അതായത് ചെറിയൊരു നീഡ് വരികയാണ്. ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വരുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കേണ്ട ഒരു ഫേസ് എത്തുകയാണ്. അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി വായിച്ച് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ കാര്യം മനസ്സിലായി. നമ്മൾ ബ്രെയിനിനോട് പലതും പഠിക്കാൻ പറയുന്നതും അല്ലെങ്കിൽ പലതും ചെയ്യാൻ പറയുന്നതും അല്ലെങ്കിൽ ചില ഡ്രീംസിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ പറയുന്നതും എല്ലാം തെറ്റായിട്ടുള്ള രീതിയിലാണ്. നമ്മൾ പലപ്പോഴും പ്രഷർ ചെയ്യുകയാണ്. പക്ഷേ നമ്മുടെ ബ്രെയിനിന് ശരിക്കും പ്രഷർ ഒത്തിരി ഇഷ്ടമല്ല എന്നുള്ളതാണ് ഒരു സത്യം. ഒരു പോയിൻറ്റിനപ്പുറത്തേക്ക് നമ്മുടെ ബ്രെയിനിന് പ്രഷറിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്രെയിനിന് പ്രഷർ ഇഷ്ടമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ നമ്മളിത് ചെയ്യിക്കും ബ്രെയിനിനെ കൊണ്ട് എങ്ങനെ ഒരു കാര്യം നടത്തിയെടുക്കും, ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കും. കാരണം നമ്മളെപ്പോഴും പറയണ പോലെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു, നമ്മുടെ ഏറ്റവും വലിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മളെ ഒന്ന് കൺവിൻസ് ചെയ്യിച്ചെടുക്കാൻ, നമ്മളെ ഒന്ന് ആക്ഷൻ ഫേസിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഏറ്റവും പാടുപെടുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊന്നൊരു എക്സാമ്പിൾ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ അമ്മമാരെയൊക്കെ കൺവിൻസ് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു നാക്കിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു വലിയ സംഭവം പറയുന്നു, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നു, പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ അതുപോലെയാണ് നമ്മൾ നമ്മുടെ ബ്രെയിനിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഒരു നാക്കിൽ ഇത് ബ്രെയിന് പ്രഷർ ഫീൽ ചെയ്ത്, ബട്ട് സ്റ്റിൽ ബ്രെയിൻ എഗ്രീസ്. ബ്രെയിൻ നമ്മുടെ കൂടെ നിൽക്കുന്ന രീതിയിൽ നമ്മളെപ്പോഴും ബ്രെയിനിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം.
നമ്മുടെ ലേണിംഗ് കപ്പാസിറ്റിയിലേക്ക് നമുക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഈ നാക്കിലേക്കും ഈ ബ്രെയിനെ ട്രിക്ക് ചെയ്യുന്നതിലേക്ക് ഒന്നുകൂടെ പോകാം. ഓക്കെ, നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? ട്രെയിനിങ് എന്ന് പറയാം നമുക്ക്. ട്രെയിനിങ് ഈസ് ബേസിക്കലി ലേണിംഗ് എന്ന് പറഞ്ഞാൽ, ട്രെയിൻ എന്നൊരു വാക്ക് നമ്മൾ ജസ്റ്റ് നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒരു ബോഗി ആഫ്റ്റർ ബോഗി ഒരു പാത്തിലൂടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നീങ്ങുന്നതാണ് ട്രെയിൻ എന്ന് പറയുന്നത്. അതായത് വൺ ആഫ്റ്റർ അനദർ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ബോഗീസ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഈ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യുന്നതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി ഇത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറും, നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ പറ്റാത്തൊരു പാർട്ടായിട്ട് മാറും. ബട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുവാണ്, ഈ ട്രെയിനിങ് അങ്ങനെ എളുപ്പത്തിൽ നടക്കുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആവർത്തിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ വരാണ്. അപ്പോൾ വീണ്ടും ഞാൻ ട്രെയിനിൻ്റെ കാര്യമാണ് ആലോചിച്ചത്. ട്രെയിനുകൾ എങ്ങനെയാണ് ഇത്രയും വെയിറ്റ് ഉണ്ടായിട്ട്, ഇത്രയും മൊമെൻറ്റം ഉണ്ടായിട്ട്, ഇത്രയും ഒരു പാത്തിക്കൂടെ തന്നെ സ്മൂത്തായിട്ട് നീങ്ങുന്നത്? ആൻഡ് ബാക്കി എല്ലാത്തിനേക്കാളും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ട്രാക്കിലാണ് ട്രെയിനിൻ്റെ ദിശ, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ കൺട്രോൾ, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ഒരു മോഷൻ്റെ സീക്രട്ട് ഇരിക്കുന്നത്. ആ ഒരു പാത്തിൽ കൺസിസ്റ്റൻ്റായിട്ട് നീങ്ങുന്നതിൻ്റെ സീക്രട്ട് ഇരിക്കുന്നത് ട്രെയിനിൻ്റെ ട്രാക്കിലാണ്. അപ്പം നമ്മുടെ ട്രെയിനിങ്ങിന് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ട്രാക്കുകൾ ശരിക്കും ലേ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി ട്രാക്കുകൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ട്രാക്ക് മേക്സ് ദി ജേർണി ഈസി. അതായത് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച് എന്തൊരു കാര്യവും എളുപ്പത്തിൽ നടത്തി കൊടുക്കുന്നത് ട്രാക്കാണ് എന്ന് നമുക്ക് പറയാം. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണം. ഇപ്പോൾ പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ, ചെറിയൊരു ആംബിഗിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നുകൂടെ വരാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം സംഭവിക്കാൻ, അല്ലെങ്കിൽ ട്രെയിൻ സ്മൂത്തായിട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാൻ, ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ, ഈ ലേണിംഗ് പ്രോസസ്സ് സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് റെയിൽസ് ഇടുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ റെയിൽ പാളം ഇടുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. എന്താണ് ഈ റെയിൽ പാളം? അതിലൊന്നാമത്തേതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു, ഒരു കുട്ടിയായിരിക്കുമ്പോൾ നമുക്കൊരു നീഡുണ്ട്, നമുക്ക് എഴുന്നേറ്റ് നടക്കാനൊരു നീഡുണ്ട്, ഭക്ഷണം കഴിക്കാനൊരു നീഡുണ്ട്. ഈ നീഡാണ് നമ്മളെക്കൊണ്ട് പലതും പഠിപ്പിച്ചെടുക്കുന്നത്. പക്ഷേ നമ്മുടെ ബേസിക് നീഡ്സിനപ്പുറത്തേക്ക് നമ്മൾ ചില നീഡുകൾ, നമ്മളെ ആവശ്യങ്ങൾ കുറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഉത്തരം പറയേണ്ട സിറ്റുവേഷൻസ് കുറയുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആക്ഷൻ എടുക്കാത്ത ഒരു സിറ്റുവേഷൻ വരുന്നത്. അതിലൊന്നാണ് അക്കൗണ്ടബിലിറ്റി. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് തന്നെ ഒരുപാട് നാൾ മുമ്പ് ഞാൻ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ ഇങ്ങനെ മാറ്റി വെച്ച് നമ്മൾ ഫ്രണ്ടോട്ട് പോകുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം വിചാരിച്ചു, എന്താണെങ്കിലും ക്യാമറയുണ്ട്, മൈക്കുണ്ട്, ഇനി ഇത് ഫ്രണ്ടോട്ട് മാറ്റി വെച്ച് പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഒരു തോന്നലത്. ബട്ട് അങ്ങനെ ചിന്തിച്ചാൽ പോലും നമ്മൾ നെക്സ്റ്റ് ഡേ ചിലപ്പോൾ അത് നടന്നില്ല എന്ന് വരും. സോ അപ്പോൾ ഞാനവിടെ ഒരു അക്കൗണ്ടബിലിറ്റി സെറ്റ് ചെയ്യാനായിട്ട് ഡിറ്റർമൈൻ ചെയ്തു. ഒരു 4 to 5 days ബിഫോർ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടു. അതുപോലെ തന്നെ വീഡിയോയിലും പറഞ്ഞു, നമ്മൾ December 25th ഡ്രീം ചേംബർ പോഡ്കാസ്റ്റ് ഫസ്റ്റായിട്ട് ഇത് ചെയ്യും, എയർ ചെയ്യും എന്ന്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ December 25th എന്ന് പറയുന്നത് എനിക്കൊരു അക്കൗണ്ടബിലിറ്റി. കാരണം ഞാൻ ഇനി എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും, ഉത്തരം കൊടുക്കേണ്ടി വരും. ഐ മീൻ ഇത് വായിച്ചിട്ടുള്ള എല്ലാവരും, ഇത് കേട്ടിട്ടുള്ള എല്ലാവരോടും ഞാൻ ആൻസറബിൾ ആയിട്ട് കാണും. ഐ എം അക്കൗണ്ടബിൾ നൗ. അപ്പോൾ ഇതെന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്യാനായിട്ട് ഈസി ആക്കി എന്നുള്ളതാണ്. ഐ മീൻ ഞാൻ എന്നോട് എക്സ്ക്യൂസ് പറയുന്നത്, എക്സ്ക്യൂസുകൾക്ക് ഇപ്പുറത്ത് വേറൊരു സാധനം ഒരു വെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മൽപ്പിടുത്തം പിടിക്കുമ്പോൾ ഒരു സൈഡിലോട്ട് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനത്തിന് ഇപ്പുറത്ത് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന പോലെ ഈ അക്കൗണ്ടബിലിറ്റി ആ ഒരു എക്സ്ക്യൂസുകൾ പറയുന്നതിനെ ശരിക്കും ബാലൻസ് ചെയ്തു. ഇനി അടുത്തത് ശരിക്കും ഇതിന് ഈസി ആക്കണം. അതായത് നമ്മുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വലിയ കാര്യങ്ങൾ ബ്രെയിനിന് പലപ്പോഴും കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 1 മണിക്കൂർ പോഡ്കാസ്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പലപ്പോഴും നടന്നൊന്നും വരില്ല. കാരണം വലിയൊരു ടാസ്ക് ആണെന്ന് എനിക്കാണ് തോന്നുന്നത്, എൻ്റെ ബ്രെയിന് തോന്നുന്നു. നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ബ്രെയിനിന് മാക്സിമം നമ്മൾ എളുപ്പമായി കൊടുക്കണം. ഇതാണ് നമ്മൾ അമ്മമാരെ ട്രിക്ക് ചെയ്യുന്ന നാക്കെന്ന് ഞാൻ പറഞ്ഞത്. അതായത് നമുക്കിപ്പോൾ ഒരു വലിയ എസ്സേ എഴുതണം, അല്ലെങ്കിൽ ഒരു വലിയ പരിപാടി ചെയ്യണം, ഓട്ടോമാറ്റിക്കലി അത് ബ്രേക്ക് ഡൗൺ ചെയ്യുക. നമ്മുടെ ബ്രെയിനിന് അതൊരു വർക്കായിട്ട് തോന്നരുത്. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ ബോണീനെ വിളിക്കാൻ വരുമ്പോൾ, ബോണീനെ വലയെറിയാനായിട്ട് വിളിക്കാൻ വരുമ്പം കൂടെ നടക്കുന്ന നമ്മുടെ ബിബീഷ എന്ന് തോന്നുന്നു, ആരോ പറയുന്നുണ്ടല്ലോ, പണിക്ക് വിളിക്കണമെന്ന് അവന് തോന്നരുത് കേട്ടോ എന്ന് പറയണ പോലെ, നമ്മളെ പണിക്ക് വിളിക്കും. നമ്മുടെ ബ്രെയിനൊരു വർക്ക് വരുന്നതാണ് എന്ന് നമ്മുടെ ബ്രെയിനിന് തോന്നരുത്. അറ്റ് ദ സെയിം ടൈം നമ്മളത് ചെയ്യിക്കണം. അപ്പോൾ മാക്സിമം റിഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈയിടെയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു സംഭവമുണ്ട്, ഒരു ജേണൽ എഴുതുക എന്ന് പറയുന്ന പരിപാടി. ഇപ്പോൾ ജേണൽ എഴുതുക മീൻസ് ഒരു പേജ് എഴുതണം, 1 പാരഗ്രാഫ് എഴുതണം, അതും രാത്രി ഏറ്റവും ഉറക്കം വന്നിരിക്കുന്ന സമയത്ത് എഴുതണം. ആൻഡ് മിക്ക ദിവസവും സ്കിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനൊരു ഡിസിഷൻ എടുത്തു, ഓക്കെ, ബ്രെയിനിന് ഏറ്റവും എളുപ്പമായി കൊടുക്കാം, വെറും 3 സെൻറ്റൻസ് മാത്രം ജസ്റ്റ് റൈറ്റ് ചെയ്ത് വെക്കാം. അതിപ്പം ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ലാപ്ടോപ്പിൽ എഴുതാം, അല്ലെങ്കിൽ ഫോണിൽ സെയിം ആപ്പുണ്ട്, എവർനോട്ട് എന്ന് പറയുന്ന ഒരു ആപ്പിലാണ് ഞാൻ ഈ ഡെയിലി ജേണൽ എഴുതുന്നത്. അപ്പം ഇനി ലാപ്പ് ക്ലോസ് ചെയ്ത് പോയാൽ ലാപ്പ് ഓപ്പൺ ചെയ്ത് അങ്ങനെ സെറ്റാക്കി വരണ്ട, വെറുതെ ഫോണിൽ ടൈപ്പ് ചെയ്തിടാം. അത് 3 സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഫോണിൽ ടൈപ്പ് ചെയ്യാൻ മടിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഐ മീൻ നമുക്ക് അത്ര ഉറക്കം വന്നിരിക്കുന്ന ചില ദിവസങ്ങളിൽ ഈ 3 സെൻറ്റൻസ് എന്ന് പറയുന്നത് പോലും ബ്രെയിനിന് ഭയങ്കര ഒരു മടിയായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് റെക്കോർഡർ ഓണാക്കും. ഐ മീൻ എവർനോട്ടിൽ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡേറ്റ് ഇട്ടിട്ട് ഒരു വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അന്നത്തെ ദിവസം പോയി ഞാൻ അന്ന് ജസ്റ്റ് 1 മിനിറ്റോ
1.5 മിനിറ്റോ മാത്രമുള്ളൂ, ജസ്റ്റ് സ്മോൾ ഇൻസിഡൻസ്. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ആ ഒരു സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലോ കിട്ടും. ആ ഒരു 3 സെൻറ്റൻസ് കഴിഞ്ഞ് നമ്മൾ 4-5 സെൻറ്റൻസ് ഒക്കെ എഴുതാനായിട്ട് തുടങ്ങും. ആൻഡ് ദാറ്റ് മേക്സ് മീ ടു എ ഹാബിറ്റ്. അതൊരു ഹാബിറ്റായിട്ട് പതുക്കെ ലേൺ ചെയ്തു വരുവാണ്. അപ്പം ആ ഒരു ലേണിംഗ് പ്രോസസ്സ് നടക്കുകയാണ്. അപ്പം ഇതൊരു വലിയ സംഭവമാണ് എന്ന് തോന്നിക്കഴിഞ്ഞിരുന്നാൽ, അല്ലെങ്കിൽ ഇതൊരു വലിയ പാരഗ്രാഫ് എഴുതണമെന്ന് എൻ്റെ ബ്രെയിൻ്റെ മനസ്സിലാക്കുന്ന ബ്രെയിനിനെ ഇങ്ങനെ ഓരോ കാരണം കണ്ടുപിടിച്ച് പിന്നെ എന്നെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കും. സോ ഐ മെയ്ഡ് ഇറ്റ് ഈസി ഫോർ മൈ ബ്രെയിൻ. ഇത് നമ്മൾ എല്ലാ കാര്യത്തിലേക്കും അപ്ലൈ ചെയ്യണം. ഈ ഒരു ഫ്രെയിം വർക്ക്, മേക്ക് ഇറ്റ് ഈസി എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് എല്ലാ കാര്യത്തിലേക്കും നമ്മൾ അപ്ലൈ ചെയ്യാൻ പഠിക്കണം. അതാണ് ഈ ട്രാക്കുകൾ ലേ ചെയ്യുക എന്ന് പറയുന്നതാണ്. ഒന്ന് അക്കൗണ്ടബിലിറ്റി, 2 മേക്ക് ഇറ്റ് ഈസി. അതായത് എളുപ്പമാക്കി കൊടുക്കുക, ബ്രെയിനിനെ സംബന്ധിച്ച് സ്മൂത്താക്കി കൊടുക്കുക. ജേണി എന്ന് പറയുന്ന സാധനം സ്മൂത്താക്കി കൊടുക്കുക. ട്രെയിൻ യാത്രയുടെ ഏറ്റവും വലിയൊരു ഗുണം അതാണ്, ഭയങ്കര സ്മൂത്താണ് ജേണി. ഭയങ്കര ഗട്ടറില്ല, ഒരു സ്മൂത്ത്നെസ് ഇങ്ങനെ ഫ്രണ്ടോട്ട് പോയിക്കൊണ്ടിരിക്കും. സോ മേക്ക് ഇറ്റ് ഈസി. ഇനി വേറൊരു എക്സാമ്പിൾ ഇതേപോലെ തന്നെ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ബുക്ക് വായിക്കുന്ന ഒരു ശീലം തുടങ്ങണം. നമ്മൾ ഒരിക്കലും നമ്മുടെ ബ്രെയിനിനെ പ്രഷർ ചെയ്യരുത്. ഡോണ്ട് പ്രഷർ ബ്രെയിൻ ബിയോണ്ട് എ പോയിൻറ്റ്. അതായത് ഒരു 5 പേജ് വായിക്കണമെന്നോ 10 പേജസ് വായിക്കണമെന്നോ 3 പേജസ് വായിക്കണമെന്നോ പോലും ചിലപ്പോൾ നമ്മൾ പ്രഷർ ചെയ്യരുത്. നമുക്ക് ഭയങ്കര മടിയും റെസിസ്റ്റൻസൊക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനിനെ പണി കുറച്ച് കൊടുക്കണം. എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു പാരഗ്രാഫ് വായിക്കാവുന്ന, ജസ്റ്റ് 5 സെൻറ്റൻസ് വായിച്ചാൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ ബ്രെയിനിന് കുറച്ച് കൊടുക്കണം. ഓക്കെ, 5 സെൻറ്റൻസ്, നമ്മളൊരു ദിവസം 5 സെൻറ്റൻസേ വായിച്ചുള്ളൂ, എന്താ പ്രശ്നം? ബട്ട് വി ഡിഡ് ഇറ്റ്. ആ 5 സെൻറ്റൻസ് നമ്മുടെ ലേണിംഗ് പ്രോസസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ലേണിങ്ങിനെ എളുപ്പമാക്കുന്നുണ്ട്, ലേണിങ്ങിനെ സഹായിക്കുന്നുണ്ട്. സോ ദാറ്റ് 5 മിനിറ്റ്സ് or 5 സെക്കൻഡ്സ് 5 സെൻറ്റൻസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ 5 സെൻറ്റൻസസ് നമ്മൾ വായിക്കുക. സോ അതാണ് ഒരു കാര്യം. അപ്പോൾ നമ്മൾ 2 കാര്യം പറഞ്ഞു. അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. അതിപ്പം എനിക്കിപ്പം കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം, അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് പറയാം, പേരൻസിനോട് പറയാം, ഞാനിത് പഠിച്ചെടുക്കാൻ പോവാണ്, ഞാൻ ഇന്ന ദിവസം ഇത് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ അക്കൗണ്ടബിലിറ്റി വയ്ക്കാം. നമ്മളോട് തന്നെ ഡെഡ് ലൈൻസ് വയ്ക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളിങ്ങനെ കോംപ്രമൈസ് ചെയ്യും. ഓക്കെ, ദിവസം ഉണ്ടല്ലോ, നമ്മൾ വേറെ ആരോടും ആൻസറബിൾ അല്ലല്ലോ, നമുക്ക് എക്സ്ക്യൂസ് വരും, നിനക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാലോ എന്നെ തന്നെ എന്നൊക്കെ പറഞ്ഞ് വി ജസ്റ്റ് പലപ്പോഴും സീരിയസ്നെസ് കുറഞ്ഞു നമ്മൾ തന്നെ ഡെഡ് ലൈൻ വയ്ക്കുമ്പോൾ. ബട്ട് ക്രിയേറ്റിംഗ് അക്കൗണ്ടബിലിറ്റി ഈസ് ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മേക്ക് ഇറ്റ് ഈസി ഓർ റിഡ്യൂസ് ദ തിങ്. മൂന്നാമത്താണ് ഒപ്റ്റിമൈസ് വിത്ത് എവറിത്തിങ് നെസസറി. ഒപ്റ്റിമൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്റ്റേണൽ എക്സ്ക്യൂസുകൾ മാക്സിമം കുറച്ച് കൊടുക്കുക. ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് പുസ്തകം വായിക്കണം. അപ്പം നമ്മൾ ബെഡിൽ കിടക്കുന്നതിന് ഒരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ബെഡിൽ കിടക്കുന്നതിന് മുമ്പ് എവിടെയാണോ നമ്മൾ വായിക്കാൻ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയം, അപ്പോൾ ആ സമയത്ത് നമുക്ക് പുസ്തകം അവൈലബിൾ അല്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പുസ്തകം വേറൊരു റൂമിൽ അങ്ങേറ്റത്തേക്ക് ഇരിക്കുകയെന്ന് വിചാരിക്കുക. നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ച് ദാറ്റ് ഈസ് ആൻ എക്സ്ക്യൂസ്. നമ്മുടെ ബ്രെയിൻ അതൊരു എക്സ്ക്യൂസായിട്ട് എടുക്കും. അവിടം വരെ നടന്ന് അതെടുത്ത് അവിടം വരെ കഷ്ടപ്പെടണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ വായിക്കുന്നതിന് തൊട്ടടുത്ത് പുസ്തകം വായിച്ചേക്കാം. നമ്മളിപ്പം കിടക്കുന്നതിന് മുമ്പാണ് ജേണൽ എഴുതുന്നതെങ്കിൽ ഒരു പേനയും ബുക്കും അവിടെ കറക്റ്റായിട്ട് റെഡിയാക്കി വെച്ചേക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിന് പറയാനുള്ളൊരു എക്സ്ക്യൂസ് കുറഞ്ഞു. ബിക്കോസ് വി ആർ ഒപ്റ്റിമൈസിങ്. നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങാൻ നേരത്താണെങ്കിലും എന്നെ പുറകോട്ട് വലിക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. വീഡിയോയ്ക്ക് ക്വാളിറ്റി ഉണ്ടാവും, ഓഡിയോയ്ക്ക് ക്വാളിറ്റി ഉണ്ടാവും. ഇതിങ്ങനെ കുറേ കാലം പിന്നോട്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ ഓക്കെ, ഐ ഡിസൈഡഡ് ടു ബൈ എവറിത്തിങ്. നമ്മൾ ഒരു മൈക്ക് മേടിച്ചു. അപ്പം ബ്രെയിനിന് പറയാനുള്ള എക്സ്ക്യൂസുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഒപ്റ്റിമൈസിങ്. ബാക്കിയുള്ളതെല്ലാം എളുപ്പമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എല്ലാം. അതാണ് അപ്പോൾ മൂന്നാമത്തെ നമ്മുടെ ലേണിംഗ് പ്രോസസ്സ്, അല്ലെങ്കിൽ ട്രെയിൽവേ ട്രാക്സ് ലേ ചെയ്യുന്നതിൻ്റെ ഒരു മൂന്നാമത്തെ പ്രോസസ്സ് അതാണ്. ഇനി അടുത്ത കാര്യമാണ് റിഡ്യൂസ് ഡിമാൻഡ്സ്. വലിയ ക്വാളിറ്റിയിൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്യണം, ഇങ്ങനെയൊന്നും ബ്രെയിനോട് പറയരുത്. റിഡ്യൂസ് ഡിമാൻഡ്സ്. നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മാറ്റി എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുമോ, എസ്സേ എഴുതുമ്പോൾ എത്ര ക്വാളിറ്റിയിൽ എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ എക്സ്ക്യൂസ് ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി ചെയ്യണം, ടോപ്പ് ക്ലാസ്സിൽ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ സംബന്ധിച്ച് അതൊരു എക്സ്ക്യൂസാണ്. പക്ഷേ അത് നമ്മൾ അങ്ങനെ ഡിമാൻഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ടോപ്പ് ക്വാളിറ്റി കിട്ടും. ആക്ച്വലി നമ്മളത് ചെയ്യാൻ തുടങ്ങിയാൽ, കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടും ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്വാളിറ്റിയിലേക്ക് എത്തും. പക്ഷേ നമ്മൾ ആദ്യത്തെ പ്രാവശ്യവും ജസ്റ്റ് മടിയൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ ഡിമാൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ആൻ അനദർ റെസിസ്റ്റൻസ് ഫോർ അവർ ബ്രെയിൻ. നമ്മുടെ ബ്രെയിന് വീണ്ടും റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് അത് മാറും. സോ റിഡ്യൂസ് ഡിമാൻഡ്സ്. ഇനി അടുത്തൊരു കാര്യമാണ് റീവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു കാര്യം ചെയ്തു, അതിൻ്റെ ഒരു സന്തോഷം കിട്ടി, അതിൻ്റെ ഒരു റീവാർഡ് കിട്ടി, ഒരു പ്ലഷർ കിട്ടി, അപ്പോൾ അത് വീണ്ടും ചെയ്യാനായിട്ട് തോന്നും. നമ്മുടെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഇങ്ങനെ ഒരു റീവാർഡ് ഫെസിലിറ്റിയിലാണ്. അങ്ങനെ ഒരു റീവാർഡ് നമ്മൾ എന്ത് കഷ്ടമുള്ളത് ചെയ്താലും, അല്ലെങ്കിൽ എന്ത് പണിയുള്ളത് ചെയ്താലും, വർക്കുള്ളത് ചെയ്താലും നമ്മുടെ ബ്രെയിനിന് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഇടയ്ക്ക് ഒരു എസ്സേയിൽ എവിടെയോ ഞാനൊരു CEO ഒരു സ്റ്റോറി വായിക്കാനായിട്ടിടെ, ആൾക്ക് ഭയങ്കര പ്രൊഡക്ടിവിറ്റിയാണ്, പക്ഷേ
ആളെങ്ങനെയാണ് ഇത്രയും വർക്ക് ചെയ്യുന്നത്, ഇത്രയും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് എന്ന് ആരോ പോയി ചോദിക്കുന്നുണ്ട്. ഒരു റിപ്പോർട്ടർ എങ്ങാണ്ട് ഇങ്ങനെ ഒരു ജേണലിൽ എഴുതാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കുമ്പോൾ ആൾ പറയുന്നുണ്ട്, ആളുടെ ഓഫീസിലും ആളുടെ വർക്ക് സ്പേസിലും, ആളുടെ ഒരു വലിയ വർക്ക് സ്പേസിൽ മുഴുവൻ പല സ്ഥലത്ത് റീവാർഡ് സെൻറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അതായത് ആൾക്കൊരു ദിവസം 5-6 വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ വർക്ക് തീർക്കുമ്പോൾ തന്നെ ആളുടെ അവിടെ ഒരു സ്നാക്ക് ബോക്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ബോക്സ് ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് നിന്ന് അയാൾ സ്വയം ഗിഫ്റ്റ് ചെയ്യും, 1-2 മിഠായി എടുത്ത് കഴിക്കും. അങ്ങനെ അല്ലെങ്കിൽ അടുത്തൊരു വർക്ക് കഴിയുമ്പോൾ ചെറിയൊരു എല്ലാവർക്കും കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ടാവും. അപ്പോൾ അവിടെ 1-2 വർക്കേഴ്സിനെ കൂട്ടി ആൾ ഒരു ചെറിയൊരു ടേബിൾ ടെന്നീസ് കളിക്കും. അങ്ങനെ ഫുൾ ടൈം ആളിങ്ങനെ റീവാർഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ വർക്ക് തീർക്കുമ്പോഴും ബ്രെയിനിന് ആ ഒരു റിലാക്സേഷൻ, ബ്രെയിനിന് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ടെന്ന് ആൾ ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കും. ആൾ പറയുന്നത് ഈ ഒരൊറ്റ ട്രിക്ക്, ഈ ഒരൊറ്റ കാര്യം ചെയ്തു തുടങ്ങുന്നതോടെ ആളുടെ ബ്രെയിനിൻ്റെ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റപ്പ് ചെയ്തതെന്നാണ്, പീക്കായിട്ട് മാറി എന്നുള്ളതാണ്. ശരിക്കും ദാറ്റ് ഈസ് എ റിയലി ഗ്രേറ്റ് ഇൻസൈറ്റ്. കാരണം നമ്മൾ റീവാർഡ് ചെയ്യാറില്ല ബ്രെയിനിനെ, റീവാർഡിങ് മാത്രമേ നടക്കാറുള്ളൂ. ഈ ഒരു കപ്ലിങ് നടക്കണം. അതായത് നമ്മളൊരു ഹാർഡായിട്ടുള്ള കാര്യം ചെയ്തു, അതിൻ്റെ റീവാർഡായിട്ട് നമ്മളൊരു കാര്യം കൊടുക്കുന്നു. ആ ഒരു കണക്ഷനിൽ നമ്മൾ ഫ്രണ്ടോട്ടുണ്ട്. നമ്മൾ ശരിയാണ്, നമ്മൾ പ്ലഷറുള്ള കാര്യങ്ങൾ, റീവാർഡുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. സിനിമ കാണാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. ബട്ട് വി ഹാവ് ടു ഗിവ് എ ബ്രെയിൻ എ റീസൺ ടു കണക്ട്. നമ്മുടെ കഷ്ടപ്പാടുള്ള കാര്യം, വർക്കെന്ന് പറഞ്ഞ കാര്യവും ഈ റീവാർഡ് എന്നുള്ള പറയുന്ന കാര്യവും കണക്ട് ചെയ്യാനായിട്ട് ബ്രെയിനിന് ഒരു റീസൺ കൊടുക്കണം നമ്മൾ. ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. അപ്പം ഈ ട്രാക്കിൽ ചെയ്യുന്നതിൻ്റെ ട്രെയിൻ സ്മൂത്തായിട്ട് ഓടാൻ, അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് നടക്കാൻ, ട്രെയിനിങ് സ്മൂത്തായിട്ട് നടക്കാനുള്ള ഈ റെയിൽവേ പാളം ഇടുന്നതിൻ്റെ അടുത്തൊരു കാര്യമാണ് റീവാർഡ് കണ്ടിന്യൂസ്ലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജേർണിയുടെ ലാസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ലേണിംഗ് പ്രോസസ്സിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ലേണിംഗ് പ്രോസസ്സിൽ 2 കാര്യമാണ് മെയിൻ എന്ന് പറഞ്ഞു. ഒന്ന് നീഡ്സാണ് നമ്മളെ, അല്ലെങ്കിൽ ആവശ്യങ്ങളാണ് നമ്മളെ പഠിക്കാനായിട്ട് നിർബന്ധിക്കുന്നത്. 2 നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നതും ഒക്കെയാണ് നമ്മളെ പഠിക്കാനായിട്ട് നിർബന്ധിക്കുന്നത്. അതൊരു കുട്ടി നീന്താൻ പഠിക്കുന്നതും നടക്കാൻ പഠിക്കുന്ന എക്സാമ്പിൾ പറഞ്ഞാൽ ബാക്കിയുള്ളവർ നടക്കുന്നത് കുട്ടി കാണുന്നു, അതുപോലെ തന്നെ കുട്ടിക്ക് പലതും എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ നീഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക. നമുക്ക് അല്ലാണ്ട് ലൈഫിൽ നീഡുണ്ട്, പക്ഷേ അക്കൗണ്ടബിലിറ്റി നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കുമ്പോൾ അതൊരു വലിയൊരു നീഡായിട്ട് നമ്മുടെ കൂടെ നിൽക്കും. ഇനി നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമാണ് ഒബ്സർവേഷൻ. നമ്മുടെ ഇൻപുട്ടുകളാണ് നമ്മുടെ ഔട്ട്പുട്ടുകൾ എപ്പോഴും തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യമാണോ പഠിക്കേണ്ടത്, അങ്ങനത്തെ ഇൻപുട്ടുകളിലേക്ക് നമ്മളെ തന്നെ തുറന്നിടുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലൈഫ് നമുക്ക് ശരിക്കും ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ റീഡിങ് ഹാബിറ്റ് തുടങ്ങണം, അങ്ങനെയൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഒരു ആൾക്കാരോട് എക്സ്പോസ്ഡ് ആണ്. അങ്ങനെയുള്ള ആൾക്കാർ സംസാരിക്കുന്നതും വായനയെക്കുറിച്ച് പറയുന്നതും നമ്മൾ കേൾക്കാനായിട്ട് തുടങ്ങണം. ഓട്ടോമാറ്റിക്കലി 1-2 ദിവസം കൊണ്ടല്ല മാറുന്നത്, ബട്ട് ഇങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ഇത് കേൾക്കാനും റെഗുലറായിട്ട് ഇത് കാണാനും ഒക്കെ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ ഇത് ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇതൊരു അടിപൊളി പരിപാടി, ഐ മീൻ ദേ ആർ ഡൂയിങ് ഇറ്റ്, ഇത് ചെയ്യുന്നു. നമ്മുടെ ഒരു ബ്രെയിൻ്റെ ഒരു പ്രത്യേകതയാണ്. ബാക്കിയുള്ളവർ ചെയ്യുന്നത് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്ത് നമുക്ക് ഇമ്പ്രസീവായിട്ട് തോന്നുന്നത് ഓട്ടോമാറ്റിക്കലി ചെയ്യണമെന്നൊരാഗ്രഹം വരും. അത് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് കിട്ടും. സോ അങ്ങനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും അലി അബ്ദാൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്. നല്ലൊരു റീഡറാണ്. ഐ മീൻ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പം ഇവരുടെ എല്ലാം ലൈഫിൽ, ഐ മീൻ ഇവരുടെ എല്ലാം വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടുന്നത് പഠിക്കാനാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും റീഡ് ചെയ്യാനും ഒക്കെയാണ്. കാരണം ഇവർ റീഡിങ്ങിനെ കുറിച്ച് പറയുന്നതും റീഡിങ്ങിൽ നിന്ന് അത് കിട്ടി, റീഡിങ്ങിൽ നിന്ന് ഇത് കിട്ടി, റീഡിങ്ങിൻ്റെ ക്ലിപ്സ് കാണുന്നു, അല്ലെങ്കിൽ റീഡ് ചെയ്യാനുള്ള പല മെത്തേഡ്സ് കാണുന്നു. ഇതെല്ലാം കേൾക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൽ എവിടെയൊക്കെ റീഡ് ചെയ്യണമെന്നൊരാഗ്രഹം വരികയാണ്. ബിക്കോസ് ഇൻപുട്സ് ഓൾവേസ് ഡിറ്റർമൈൻ ഔട്ട്പുട്ട്സ്. നമ്മുടെ ബ്രെയിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇൻപുട്ടുകൾ ഒരുപാട് നമ്മളെ ഔട്ട്പുട്ടുകൾ ഡിറ്റർമൈൻ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ പല ലിമിറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ, ഐ മീൻ നമ്മൾ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ ഈ ഒരു ഫ്രെയിം വർക്ക്, ഈ ഐഡിയാസ് നമുക്ക് ലൈഫിൻ്റെ എല്ലാ സ്പിയറുകളിലേക്കും, ഐ മീൻ എല്ലാ മേഖലകളിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് മടിയുള്ള മേഖലകളിൽ ഏത് മേഖലകളിലേക്കും, നമുക്ക് വളരേണ്ട മേഖലയിൽ, നമുക്ക് ട്രെയിനിങ് വേണ്ട ഏത് മേഖലകളിലേക്കും നമുക്ക് ഈ പോയിൻറ്റ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഞാൻ ലൈഫിൽ പഠിച്ച, എൻ്റെ ലൈഫ് ഒത്തിരി മാറ്റിമറിച്ച ഏറ്റവും വലിയൊരു റിയലൈസേഷൻ അതാണ്. ഡോണ്ട് പ്രഷർ യുവർ ബ്രെയിൻ, ട്രിക്ക് യുവർ ബ്രെയിൻ. ഐ മീൻ അങ്ങനെയാണ്, നമ്മുടെ ബ്രെയിനെ പ്രഷർ ചെയ്യരുത്. ഒരു ട്രെയിനിങ് നടക്കണമെങ്കിൽ, ഐ മീൻ ചേഞ്ച് വരണോ, നമ്മുടെ ഡ്രീമിലേക്ക് നമുക്ക് എത്തണോ, സ്മോൾ ചേഞ്ചസിൽ കൂടെ, സ്മോൾ ട്രെയിനിങ് കൂടെ, ചെറിയ ഹാബിറ്റിൽ കൂടെ നമ്മളവിടെ എത്താൻ പോകുന്നുള്ളൂ. പക്ഷേ ഈ ചെറിയ ഹാബിറ്റുകൾ നമ്മൾ തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാവണമെങ്കിൽ, നമ്മൾ ട്രെയിൻ സ്മൂത്തായിട്ട് ഓടണമെങ്കിൽ റെയിൽ പാളം ഇടണമെന്ന് പറയുന്ന പോലെ നമ്മുടെ ലൈഫിനും ആ ഒരു സിസ്റ്റം സെറ്റ് ചെയ്യണം. നമ്മുടെ ഹാബിറ്റ്സ് മുമ്പോട്ട് ഓടാൻ, ആ ഒരു ട്രെയിനിങ് നമ്മുടെ ലൈഫിൽ ഓടാൻ. ഐ മീൻ ട്രെയിൻ എന്ന് പറഞ്ഞ ഐഡിയ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാണ്. ബോഗി ആഫ്റ്റർ ബോഗി, ഒരു കാര്യം ഞാൻ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അതെൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറുന്നു.
അപ്പോൾ അത് സ്മൂത്തായിട്ട് നടക്കാൻ ഞാൻ റെയിൽ പാളം ഇടുന്നു. അതിന് നമ്മൾ 2 കാര്യങ്ങളാണ് ഫസ്റ്റ് മെയിൻ പറഞ്ഞത്. ഒന്ന് ഒബ്സർവേഷനിൽ നിന്നും നീഡിൽ നിന്നുമാണ് നമ്മളൊരു കാര്യം പഠിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ ചില പോയിൻറ്റ്സ് കൂടെ പറഞ്ഞു, ഈ റെയിൽ പാളം ലേ ചെയ്യുന്നതിനെക്കുറിച്ച്. അതിലൊന്നാമത്തെയാണ് നീഡ്സ് സെറ്റ് ചെയ്യുക, അതായത് അതെൻ്റെ ഒരു ആവശ്യമായിട്ട് മാറ്റുക. രണ്ടാമത്തെ കാര്യം റിഡ്യൂസ് ചെയ്യുക, ബ്രെയിനിന് എളുപ്പമാക്കി കൊടുക്കുക. പകുതി ചെയ്താൽ മതി. എന്ത് വലിയ കാര്യമാണെങ്കിലും മടി പറ്റുന്ന പറയുക, പകുതി ചെയ്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് ചെയ്താൽ മതി. വായിക്കുവാണെങ്കിൽ 3 പേജസ് വായിച്ചാൽ മതി, ഒരു സെൻറ്റൻസ് വായിച്ചാൽ മതി. അങ്ങനെയൊക്കെ കുറച്ച് ബ്രെയിനിന് കുറച്ച് കൊടുക്കുക. പക്ഷേ ഒരിക്കലും മുടക്കരുത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്തിനാണ് കുറച്ച് കൊടുക്കുന്നത്? ഈ ട്രെയിനിങ് കറക്റ്റായിട്ട് നടക്കാൻ. എന്തിനാണ് ട്രെയിനിങ് നടക്കുന്നത്? നമുക്ക് ഫ്ലോ ഒരിക്കലും പോകരുത്. ഇറ്റ് ഹാസ് ടു ബിക്കം എ പാർട്ട് ഓഫ് അവർ ലൈഫ്. ഡെയിലി ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറണം. മൂന്നാമത്തെ കാര്യമാണ് ഒപ്റ്റിമൈസ് ചെയ്യുക, എക്സ്റ്റേണൽ എക്സ്ക്യൂസസ് മാറ്റുക. അതായത് നമുക്ക് വായിക്കണമെങ്കിൽ ഓൾറെഡി പുസ്തകം റെഡിയാക്കി വെക്കുക. നമുക്കൊരു ഗിറ്റാർ പഠിക്കണമെങ്കിൽ ഗിറ്റാർ റെഡിയാക്കി വെക്കുക. ഡോണ്ട് ഗീവ് സ്പേസ് ഫോർ എക്സ്റ്റേണൽ എക്സ്ക്യൂസസ്. അടുത്ത കാര്യമാണ് റിഡ്യൂസ് ഡിമാൻഡ്സ്. നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ടോപ്പ് ക്വാളിറ്റി വേണമെന്നൊന്ന് ഡിമാൻഡ് ചെയ്യരുത് ബ്രെയിനിൻ്റെ അടുത്ത്. ഗീവ് ബ്രെയിൻ സ്പേസ്. മിസ്റ്റേക്കുകൾ പറ്റാൻ നീ ഇത്രയൊക്കെ ചെയ്താൽ മതി എന്നൊരു രീതിയിലൊക്കെ ബ്രെയിനിന് ഫസ്റ്റ് ഒന്ന് റിലാക്സ് ഒക്കെ ആയി കൊടുക്കുക. പിന്നെ ഡിസ്കംഫോർട്ടിലിരിക്കണം, നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യേണ്ടതെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ മടി വന്ന് നമ്മൾ ചെയ്യാതിരിക്കുന്നതിലും നല്ലത് എപ്പോഴും ബ്രെയിൻ ഇങ്ങനെ ഡിമാൻഡ് കുറച്ചിട്ട് ബ്രെയിനോട് ഇത് ചെയ്യാൻ പറയുക എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനോട് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ക്വാളിറ്റി ഓട്ടോമാറ്റിക്കലി കൂടും നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ. ഇനി അടുത്ത കാര്യമാണ് റീവാർഡ് കണ്ടിന്യൂസ്ലി എന്ന് നമ്മൾ പറഞ്ഞു. അതായത് റീവാർഡ്സ് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ ഹാർഡുള്ള കാര്യം ചെയ്യുമ്പോഴും ബ്രെയിനിന് സാറ്റിസ്ഫൈങ് ആയിട്ട്, ബ്രെയിൻ റീവാർഡിങ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുക. അടുത്തൊരു കാര്യമാണ് സീക്ക് സിമിലർ ഇൻപുട്ട്. അതായത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുക എന്നുള്ളതെല്ലാം. സോ അങ്ങനെയാണ് നമ്മൾ ഡ്രീമിലേക്ക് എത്തുന്നത്. ലൈഫിൻ്റെ പാർട്ടാക്കി ട്രെയിനിങ്ങിലൂടെ നമ്മുടെ ലൈഫ് മാറ്റി. ആൻഡ് ദാറ്റ്സ് ഹൗ വി ഗെറ്റ് ടു അവർ ഡ്രീംസ്. സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് പതുക്കെ കൺക്ലൂഷനിലേക്കൊക്കെ വരുവാണ്. നിങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്നെങ്കിൽ ഐ ആം സോ ഹാപ്പി. കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മെസ്സേജുകൾ അയയ്ക്കുക, റിപ്ലൈസ് തരിക. ഓൾസോ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ, പുതിയ കണ്ടൻറ്റുകൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സുകളിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിങ്. അപ്പോൾ ഇത് നിർത്തുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ എക്സാമ്പിളോട് പറയാനെന്നുണ്ട്. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം പറഞ്ഞുകൊണ്ടാണ് എനിക്കിത്. നമ്മൾ പറഞ്ഞില്ല, ഇപ്പം ട്രെയിനിങ് ആണ് ഒരു കാര്യം നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റുന്നത്. നമ്മുടെ ശരിക്കും ഇന്നത്തെ സോഷ്യൽ മീഡിയാസ് ഫുള്ള്, അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയാസ് ഫുള്ള് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രിക്കാണ്. അവർ റെയിൽപ്പാളം ശരിക്കും നമുക്ക് ഇട്ട് തന്നിരിക്കുകയാണ് ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായിട്ട് മാറാൻ. അത് നമ്മുടെ ഒരു നീഡാക്കി മാറ്റി, അത് ഭയങ്കര എളുപ്പമാക്കി മാറ്റി, അത് ഭയങ്കര റീവാർഡിങ് ആക്കി മാറ്റി, അതെല്ലാവരും ചെയ്യുന്നതായിട്ട് നമ്മളെ കാണിച്ച് നമുക്ക് ഇൻപുട്ട് തന്നു. നമ്മളത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. എന്തുകൊണ്ട് നമ്മുടെ ലൈഫ് ഇത് ഇത്രയും എളുപ്പത്തിൽ സ്വീകരിക്കുന്നു, എളുപ്പത്തിൽ ഇത്രയും നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് റീസൺസ്. ബിക്കോസ് റെയിൽപ്പാളം ഭയങ്കര സ്മൂത്താക്കി ഈ ജേണി എന്നുള്ളത്. സോ നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരുന്നതെല്ലാം ഈ റെയിൽപ്പാളം തിയറി അപ്ലൈ ചെയ്യുക. സിസ്റ്റമാറ്റൈസേഷൻ അല്ലെങ്കിൽ വാട്ട് യൂസ് ട്രെയിനിങ് തിയറി എന്നൊക്കെ നമുക്ക് പറയാം. സംഭവത്തെക്കുറിച്ചൊക്കെ നല്ല ക്ലാരിറ്റി കിട്ടണം, നല്ലൊരു ഐഡിയ കിട്ടണം. ജെയിംസ് ക്ലിയർ എന്ന് പറയുന്ന ആളുടെ ഒരു അടിപൊളി പുസ്തകമുണ്ട്, അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. സോ ആമസോണിലോ എവിടെയെങ്കിലും ആ ബുക്ക് ഒന്ന് ഓർഡർ ചെയ്യുക, വായിക്കുക. അല്ലെങ്കിൽ ആ ബുക്സിൻ്റെ സമ്മറിയൊക്കെ പല ചാനലുകളിലും കാണും. ട്രൈ ടു റീഡ്, ബട്ട് ഐ വിൽ സജസ്റ്റ് മുഴുവൻ പുസ്തകം വായിക്കുക. അതൊരു റെഫറൻസ് ബുക്കായിട്ട് വായിക്കുക, അണ്ടർലൈൻ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യുക എന്നൊക്കെ പറയും. സോ ദാറ്റ് ഈസ് ഗോണ മേക്ക് എ ചേഞ്ച് ഇൻ യുവർ ലൈഫ്. സോ ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ ഫോർ ദിസ് ലോങ് ടൈം. ആൻഡ് ദിസ് ഇസ് ക്രിസ് ഫ്രം ഡ്രീം ചേംബർ പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഒരു അടിപൊളി ഗസ്റ്റ് ഉണ്ട്. മലയാളത്തിലെ മറ്റൊരു പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബറാണ് ആളും പ്രൊഡക്ടിവിറ്റി, സെൽഫ് ഡെവലപ്മെൻറ്റുള്ള ടോപ്പിക്സൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. ആൻഡ് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ടോക്ക് ഐ തിങ്ക്. സോ നമുക്കിനി വീണ്ടും കാണാം ഡ്രീം ചേംബർ പോഡ്കാസ്റ്റിൽ. ലെറ്റ്സ് ഇഗ്നൈറ്റ് ഡ്രീംസ് ഹിയർ. This is Chris signing off from Inspiring Freaks Dream Chamber Podcast. See you next week. Goodbye.